ഏഴല്ലേ? 12 7 ദിവസം. 7 ദിവസം. അക്കങ്ങളൊക്കെ ഉണ്ടോ നോക്ക. അക്കങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഈ 12-ാം തീയതി എന്താ പ്രത്യേകത എന്നറിയോ? 12-ാം തീയതി എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തൊരു ഓർമ്മശക്തിയാടി. കുരുവേട്ടന്റെ അടക്കയുടെ കണക്ക് കൊടുക്കേണ്ട ദിവസം. കുരുവേട്ടിന്റെ അടക്കയല്ല മാങ്ങ. ചെയ്ത് അതൊന്നും അല്ല. നമ്മുടെ ജോർജ് ഇല്ലേ കർണാലിക്കലെ, അയുടെ മോടെ കല്യാണം എന്നല്ലേ? അയ്യോടി, ഞാനതും കൂടെ മറന്നിരിക്കണിരുന്നു. അല്ല, ഇതിന് മാത്രം കണക്ക് നോക്കണ കാര്യം എന്താ? ഒരു കല്യാണല്ലേ ആലീസ് ചേച്ചി. നമ്മുടെ കുടുംബത്തിൽ കുറെ നാളുകൾക്ക് ശേഷമല്ലേ ഒരു കല്യാണം വരുന്നേ. നമുക്കത് തകർക്കണ്ടേ? പിന്നെ അത് മാത്രമല്ല, അവരുമായിട്ട് നമുക്കൊരു ചെറിയ ബന്ധമില്ലേ? എന്താണ്? എന്ത് ബന്ധം? ഒരു ബന്ധമില്ല. ഏതോ ഒരു ബന്ധം ഉണ്ടെന്നല്ലേ ചേച്ചി അന്ന് പറഞ്ഞത്? ഏതോ വകയിൽ ആരോ ആണെന്ന് പറഞ്ഞില്ലേ? അല്ലടി, അതിനിപ്പോ എന്താ പ്രശ്നം? സാധാരണ കല്യാണത്തിന് പോകുമ്പോൾ ഒരു പ്രസന്റേഷൻ മേടിച്ചുകൊണ്ട് കൊടുത്താ പോരെ? അതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ എങ്ങനെ കല്യാണത്തിന് പോവും? എല്ലാരും പോണ പോലെ നടന്നു പോവോ, കാറിന് പോവോ, എന്തെങ്കിലും ചെയ്യണം. അതല്ല ആലീസ് ചേച്ചി പറഞ്ഞത്. നമുക്ക് കല്യാണത്തിന് വന്നാലൊരു സാരി ഉണ്ടോ? ആലീസ് ചേച്ചിക്ക് ഉണ്ടാവും, പക്ഷെ എനിക്ക് സാരിയൊന്നുമില്ല. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ സുസേ. ആരാടി എനിക്ക് സാരി മേടിച്ചുകൊണ്ട് തരാനുള്ളത്? നിനക്കും ഇല്ല എനിക്കും ഇല്ല. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാ. അത് തന്നെ ആലീസ് ചേച്ചി ഞാനും പറഞ്ഞത്. കല്യാണം ഇങ്ങ് എത്തി. അതിനിപ്പോ എന്ത് ചെയ്യും? നമുക്ക് നാളെ തന്നെ സാരി വാങ്ങണമെങ്കിലല്ലേ ബ്ലൗസ് തയ്ച്ചു കിട്ടൂ. ദൈവമേ, നെറ്റി പോറാനുള്ള കാശില്ല എന്റെ അടുത്ത്. ഒരു കാര്യം ചെയ്യട്ടെ, നീ സാരി മേടിക്കൂല എന്തായാലും. അപ്പൊ എനിക്കും കൂടി ഒരെണ്ണം മേടിക്കും. ഞാൻ പിന്നെ പൈസ തരാം. പിന്നെ ഞാൻ അംബാനിയുടെ വീട്ടിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത്. 2 സാരി മേടിക്കാൻ അംബാനിയുടെ വീട്ടിൽ ജനിക്കണമെന്നൊന്നും ഇല്ലട്ടാ. ഏത് പട്ടിക്കാട്ടിലുള്ളവർക്ക് മേടിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ആലീസ് ചേച്ചി വാങ്ങിക്കേ. എന്റെ പൈസ ഇല്ല. എന്റെ ആലീസ് ചേച്ചി എന്റെയിലും പൈസ ഇല്ല. പ്രാഞ്ചേട്ടൻ വരുമ്പോ ചോദിക്കാൻ വന്നോണ്ടിരിക്കുക ഞാൻ. കിട്ടുമോ എന്തോ. അങ്ങനെയാണെങ്കിൽ കുരുവേട്ടൻ വരുമ്പോ ഞാനും ചോദിക്കും. പിന്നൊരു കാര്യം, കുരുവേട്ടൻ വരുമ്പോ സമ്മതിച്ചില്ലെങ്കിൽ നീ പുതിയ സാരി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല, കത്തിച്ചളയും. എന്തൊരു കുശുമ്പായത്. അതെ, വരുന്നുണ്ട് രണ്ടേ. ആലീസ് ചേച്ചി തുടങ്ങിക്കോ. ചേച്ചി പറഞ്ഞു ദൈവമേ, ഇതെങ്ങനെ പകല് ഞാൻ വിട്ടതാണ് കുരുവേട്ടന്. എന്തേ ഇത് നോക്കിയ വെയിലും കൊണ്ട് കത്തി കരിവാളിച്ച് വന്നേക്കണേ. എനിക്കിത് വയ്യ കാണാൻ. എന്ത് നിന്റെ കണ്ണിലെന്താ മത്തം കുത്തിയിട്ടുണ്ടാ? വെയിൽ കൊണ്ടിട്ട് വരെ ഈ രാത്രിയിലാ? എടി, ഞാൻ പ്രാഞ്ചിയുടെ കാറിൽ ഏസിട്ടുള്ള വരണേ. പിന്നെ എങ്ങനെ മുഖം കരുവാളിക്കണേ? അത് ഓക്കെ, എന്നാലും എന്താ വാട്ടുണ്ട് കുരുവേട്ടന്. ഒരു ജ്യൂസ് എടുക്കട്ടെ? എന്തുട്ട് ജ്യൂസാ? എന്താ ഏട്ടങ്ങടെ പതിവില്ലാണ്ടൊരു ജ്യൂസൊക്കെ? അല്ലടാ, ഞാൻ കഴിക്കാറില്ല. അത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ക്ഷീണിച്ചു വരുമ്പോ ഞങ്ങളുടെ ചങ്കല്ലേ പെടയണേ. പ്രാഞ്ചേട്ടനെ എടുക്കട്ടെ ഒരു ജ്യൂസ്? ഇതെന്ത് പറ്റിയവർക്ക് പതിവില്ലാണ്ടൊരു ജ്യൂസും സ്നേഹപ്രകടനമൊക്കെ? അതെ, പിന്നെ സ്നേഹിക്കാൻ എന്തോ പ്രത്യേകിച്ച് സമയം വേണോ പ്രാഞ്ചേട്ടാ? ഇന്നേ വരെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഈ നേരത്തെ ഒരു ജ്യൂസ് കുടിച്ചിട്ടില്ല. ഇന്നെന്തൊരു പ്രത്യേക ഒരു ജ്യൂസ്? അതെന്താന്നറിയോ? ഈ നേരത്തെ ജ്യൂസ് കുടിച്ചാലുണ്ടല്ലോ 10 വർഷത്തേക്കുള്ള ആയുസ് നമുക്ക് ഇന്ന് കിട്ടും. ഞാൻ പത്രത്തിലാ വായിച്ചിരുന്നത്. പത്രത്തിലാ? പത്രം കാണല്ലോ. അയ്യോടാ, ഞാൻ ആ പത്രം അറിയാതെ തണുപ്പിലോട്ട്. എന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കാലോ. നീ ചെന്ന് ജ്യൂസ് എടുക്കുക. ഇപ്പൊ കൊണ്ടുവരട്ടാ. ഇങ്ങനെ ഇരുന്നാ മതിയോ? കണ്ടോ? ശരിയാടാ. ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ നീ ഇപ്പൊ വീഴുമ്പടെ. വേണ്ട മോളെ, എനിക്ക് ചുമയാ. തണുപ്പ് വേണ്ട കേട്ടോ. എന്ത് സംഭവം കൊണ്ടുപോവാ മോളെ, വേഗം കൊണ്ടുപോവാ. ഒന്നില്ല. രണ്ടുപേരും അങ്ങ് കുടിച്ചേ. ആ മുഖത്തെ വാട്ടൊക്കെ അങ്ങ് പോട്ടെ. ഇതെന്തുട്ടടി ഇത്? ഇത് നാരങ്ങ വെള്ളടി. ഇത് അയ്യേ, ഇതാണ് ലെമൺ ജ്യൂസ്. ഇതാണ് ഏറ്റവും നല്ലത് കുരുവേട്ടാ. നിങ്ങക്കൊക്കെ എന്തുട്ടാ പറ്റിയേ? നിങ്ങൾ കുറെ നേരമായാലും ഈ ഭർത്താക്കന്മാരോട് നിങ്ങൾക്കൊരു പ്രത്യേക സ്നേഹം. എന്ത് പറ്റാനാ പ്രാഞ്ചേട്ടാ? ഇതൊക്കെ നിങ്ങക്ക് തോന്നുന്നതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതാ ഞങ്ങളുടെ സ്നേഹം. അപ്പൊ ഇത്ര നാള് കാണിച്ചത് യഥാർത്ഥ സ്നേഹല്ലേ? അല്ല, അതും യഥാർത്ഥ സ്നേഹം തന്നെ. പ്രാഞ്ചേ, ഇതെന്താ കാര്യം നടക്കാൻ വേണ്ടിയുള്ള പരിപാടിയാ? പിന്നെ പ്രാന്തായി ഉണ്ടാവും കുരുവേട്ടാ.
എന്താ അലീസേ? ചോറ് വിളമ്പട്ടെ? നീ ഇപ്പൊ ഒന്നും വളമ്പണ്ട. നീ ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ഇങ്ങോട്ട് വളമ്പിയാ മതി. അതന്നെ എന്റെ സൂസ, എന്താ കാര്യം? കാലം ആല് വെക്കുമ്പോ 500 രൂപ നമുക്ക് എന്തുണ്ടാന്ന്. അതന്നെ. ആലിസടി നീ കാര്യം പറയേ. കാര്യം അങ്ങനെ ഭയങ്കര കാര്യമൊന്നുമില്ല, ഒരു വെറുതെ ഒരു കാര്യം. അതെന്താന്ന് പറ. ഈ 12-ാം തീയതി നമ്മുടെ കന്നാലിക്കയിലെ ജോർജിന്റെ മോളുടെ കല്യാണം. നമുക്ക് അല്ല കൊഴപ്പൊന്നുമില്ല, പക്ഷെ ഈ കല്യാണമൊക്കെ ആകുമ്പോ നമ്മള് വൃത്തിക്കൊക്കെ പോകണ്ടേ? അന്ന് നീ കുളിക്കണില്ലേ? അതല്ല ഗുരുവേട്ടാ, ഒന്ന് പോവാൻ നല്ല സാരി ഒന്നുമില്ല ഗുരുവേട്ടാ. ഇപ്പൊ മനസ്സിലായി ഈ വണ്ടി റൂട്ട് എവിടേക്കാ പോണേന്ന്. കല്യാണത്തിന് പോവാൻ സാരി വേണം, അതാണ് ഈ പ്രകടനം. അത് ശരി. കണ്ടോ ആലീസ് ചേച്ചി, അല്ലേലും പ്രാഞ്ചേട്ടൻ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അങ്ങ് മനസ്സിലാക്കും അല്ലേ? പ്രാഞ്ചേട്ടൻ നമുക്ക് നാളെ തന്നെ പോയാലോ സാരി വാങ്ങാൻ? നമുക്ക് ഇപ്പൊ തന്നെ പോവാലേ. മിണ്ടാതൊരു പാത്തിരുന്ന് 5 പൈസയിലാണ് മനുഷ്യൻ നട്ടന്നിരിയേ. അപ്പോഴാണ് സാരി. എടി സൂസൻ, നാട്ടുകാരുടെ കല്യാണമൊക്കെ വരുമ്പോ നമ്മള് സാരി മേടിക്കാൻ നമുക്ക് അതിനാ നേരം ഉണ്ടാവുള്ളൂ. പിന്നല്ലാതെ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങള് സാരി ഇല്ലാതെ പോവില്ലേട്ടാ, പറഞ്ഞേക്കാം. നിങ്ങള് പോകണ്ട, ഞങ്ങൾ എന്തായാലും പോകണ്ട. ഞങ്ങളും പോകണില്ലെങ്കിൽ പോണ്ട, പക്ഷെ ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ടാ ആ കല്യാണ പെണ്ണിന്റെ അമ്മ. അല്ല, നിങ്ങൾ എന്താ പോവാത്തേന്ന്? എനിക്കന്ന് കടയിൽ പിടിപ്പത് പണിയുണ്ടാവും. പിന്നെ എനിക്ക് അടക്കട കണക്ക് കൊടുക്കാണ്ട്. കല്യാണത്തിലൊക്കെ നടന്നു കഴിഞ്ഞാ ഞാനണ്ടേ. എന്നാലും വേണ്ട, ഞങ്ങക്ക് സാരി മേടിച്ചു. ഇപ്പൊ ഇങ്ങനൊക്കെ താഴ്ന്ന സ്ഥിതിക്ക് കണ്ടില്ലാന്ന് നടിക്കണ. നീ അങ്ങനെ ഈ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് നീയാണ് ഇതിനൊക്കെ വളപ്പിച്ചു കൊടുക്കണത്. എനിക്കറിയാലോ. ഏട്ടക്കടേ, ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, 2 സാരി കൂടി മേടിച്ചു കൊടുക്ക്. ആര്? ഞാനാ? ആരെ പിന്നെ മൂത്ത കാരണവരെ അവര് മേടിച്ചു കൊടുക്കണം. ഓടാ അടക്ക മേടിക്കാൻ തന്നെ കാശില്ലാണ്ട് ഞാൻ ഇരിക്കണ്. ഈ എന്താ ചെയ്തോ? അവിടെ ചോദിക്കും, അവിടെ ഒരു കാര്യം ചെയ്യാം, രണ്ടാളോ ഒട്ടിപ്പായ അങ്ങോട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് ഒരു വഴി കാണിച്ചു തരാൻ. അത് ചിലപ്പോ നോക്കാം. അല്ലല്ല, പ്രാർത്ഥിച്ചു നോക്ക്, ആഗ്രഹങ്ങൾ നടക്കും. അങ്ങനെയൊക്കെ ആണല്ലോ. പ്രാർത്ഥിച്ചു നോക്ക്. മേടിക്കാന്ന് ആരെങ്കിലും വാങ്ങിച്ചു തന്നപ്പോ നമുക്ക് സാരി കിട്ടിയ പോലെ. ഇവനെവിടെ പോയി? സാരി കിട്ടാൻ നാരങ്ങ വെള്ളം. അപ്പൊ കാർ എന്തേലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണാവോ തരിക? വെറുതെ തൊയിരം കെടുത്തന്നെ, ഒരാവശ്യമില്ല. കല്യാണത്തിനല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. എന്താ ഇവിടെ ഒരു കൂട്ട സമ്മേളനം? നിന്നെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോ എന്ന് ആലോചിക്കുന്നടാ. അതിമോഹമാണ് മോനെ, അതിമോഹം. നിന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാല എന്തെങ്കിലും ആവട്ടെ. എന്താ പ്രശ്നം? എന്താ ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നമില്ല. നീയപ്പ എന്തിനങ്ങോട്ട് വന്ന്? അതെ, ഒരു 500 രൂപ വരുമോ? വായ്പയായിട്ട് തന്നാ മതി, കടായിട്ട് വേണ്ട. എന്തിനാ 500? അതെ, 12-ാം തീയതി നമ്മുടെ ജോർജാന്റെ മോളിലെ എന്തുട്ടാ അവളുടെ പേര്? ക്ലാര. അവളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോ നമ്മള് അവിടെ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? നീയൊന്നും മിണ്ടാതിരുന്ന അവിടെ. ആ കല്യാണക്കാരി ഇപ്പൊ പറയണ ഇവിടെ. അപ്പൊ എന്താ നിങ്ങളുടെ കയ്യിലും കാശില്ലേ? അല്ലടാ, ഇവർക്ക് കല്യാണത്തിന് പോവാൻ സാരി വേണമെന്ന്. പിന്നെ സാരി ഉടുക്കാണ്ട കല്യാണത്തിന് പോവാ? എടാ പോത്തെ, അതല്ല, കല്യാണത്തിന് പോവാൻ പുതിയ സാരി തന്നെ വേണമെന്ന്. ഇവര് രണ്ടാൾക്കല്ലേ? അതിലിപ്പോ എന്താ എത്ര തെറ്റ്? ഒരു ന്യായമായിട്ടുള്ള ആവശ്യല്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവായിരുന്നു. അവരിത് അങ്ങോട്ട് പറഞ്ഞു പോയാ മതി, കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യണം. പിന്നല്ലാതെ. പ്രാഞ്ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, സാരി ഒക്കെ ഞാൻ വാങ്ങിച്ചോളാം. കാശ് പ്രാഞ്ചേട്ടൻ തന്നാ മതി. എത്ര സാരി വേണം? 2 സാരി. എങ്ങനെ? എനിക്കും അവക്ക് ഓരോന്ന്, അപ്പ 2 ആയില്ലേ? അത് ഈ വർദ്ധു സംഘടിപ്പിച്ച് തരും. നീ എങ്ങനെ ഇതൊക്കെ സംഘടിപ്പിക്കണേ? ഈ വർദ്ധുവിന്റെ അടുത്ത് കളിക്കണ്ട. 12-ാം തീയതി കല്യാണം ഉണ്ടല്ലോ, ആ കല്യാണ വീട്ടിലേക്ക് സാരി ഓർഡർ ചെയ്യണത് ഞാനാ. അതുപോലെ ഓർഡർ ചെയ്തു. ഞാൻ നേരിട്ടല്ല, നെറ്റ് വഴിയാണ്. പുളിക്കോ? കല്യാണ വീട്ടിലേക്ക് എന്തായാലും ഞാൻ ഓർഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നല്ല അടിപൊളി 2 സാരി ഞാൻ ഓർഡർ ചെയ്യും.
അയ്യോ സത്യാണോ? പിന്നല്ലാണ്ട് പ്രാഞ്ചേട്ടാ എന്നാ നമുക്കും അത് മതി. അതാവുമ്പോ പിന്നെ നിറയെ സെലക്ഷൻ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ വേണോടി സൂസ, അമ്മക്ക് ഒരുമിച്ച് പോയി മേടിച്ചാ പോരത്. അതെ, എന്തിനിപ്പോ ഒരുമിച്ച് പോണോ പ്രധാനം? ആ ഒരുമിച്ചൊക്കെ പിന്നെ ആണെങ്കിലും പോവാ, നമുക്ക് സാരി കിട്ടാന്നുള്ളതാ. അല്ല അതെ, അത് പിന്നെ അല്ല എത്രയാവും നെറ്റ് ഇപ്പൊ ഇത് എടുക്കാൻ? എത്രയാവും നെറ്റ് എടുക്കുക? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 5000 രൂപ വരും, അത്രേ ഉള്ളോ? ആ ആ, അതേ നീയാണ് സാരി മേടിക്കണേ, നല്ല സാരി ആയിരിക്കണട്ടാ. ഇതേ പറയണ കേട്ടോ, ഒരു ഉപകാരം ചെയ്തിട്ട് എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ? അല്ല ഞാനിപ്പോ അതുകൊണ്ടല്ല, നിനക്ക് 500 വേണമെന്ന് പറഞ്ഞല്ലേ, അപ്പൊ നീ ഏറ്റെടുക്കുമ്പോ നീ അത് മുക്കുവന്നൊരു പേടി. വെറുതെ അങ്ങനെ ഒന്നും ചെയ്യും. കുരുവേട്ടാ, തമാശ പറയല്ലേ. കാശെടുക്ക്. ഇപ്പൊ തന്നെ നെറ്റില് ഓർഡർ പോയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും സാധനം കിട്ടുള്ളൂ. എടുക്ക്. പ്രാഞ്ചിയെ പൈസ കൊടുക്കടാ, പൈസ കൊടുക്ക്. നീ എടുക്കണ്ടടാ, കുരുവേണ്ട കയ്യിലുണ്ട് പൈസ. ഞാൻ ആരെങ്കിലും എടുക്ക്. ഒരു 500 രൂപ എനിക്ക്. ഞാനൊരു ഒറ്റ കുത്ത് കല്യാണത്തിന്റെ എടാ എനിക്ക് തരണം. 2500 നീ എനിക്ക് തരണം. എടാ അത് വേറെ കാശ് അടക്കുള്ളതാടാ. ഞാൻ വാങ്ങിച്ചു തന്നോളാം. ആ അതെ, പൈസ കിട്ടി. എടി അത് അങ്ങനെ കൊടുക്കല്ലേ, എണ്ണ വേറെ പൈസ വേറെ പൈസ തന്നോ? ഞാൻ എണ്ണീട്ടാണോ കൊടുത്തേ? കൊടുത്തേന്ന്. അല്ല ഈ സാരി എന്നൊക്കെ പറയുമ്പോ കണ്ണ് കണ്ടില്ല ഇവർക്ക്. അതാ 3500 2 സാരി മതിട്ടാ. 3500 ബാക്കിയുള്ള ഷർട്ട് എനിക്ക് എന്റെ ഏട്ടനെ കാശ് എടുത്താന്നല്ലോ ഒരു ഷർട്ട്. കല്യാണ വീട്ടിലേക്ക് സാരി മാത്രം ഓർഡർ ചെയ്തു. അതെ, 4500 രൂപയുടെ സാരി കൊടുത്തിട്ട് 500 രൂപ നീ മുക്കരുത്. 5000ന്റെ സാരി ആവണം. അതെ, എനിക്ക് നല്ല ട്രെൻഡി ആയിട്ടുള്ള സാരി. ട്രെൻഡി ആയിട്ടുള്ളതാ? ട്രെൻഡി ആയിട്ടുള്ള സാരി കേട്ടാ. ഞാൻ കുറച്ച് വൈറ്റ് ആണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ ശരി, എനിക്ക് റെഡ് മതി. റെഡ്. കല്യാണത്തിന് മുമ്പ് കിട്ടും അത്. പിന്നല്ലാണ്ട് ഈ വെറുതെ ഏതാ ലെവലിൽ എന്നുള്ള നിങ്ങൾക്ക് അറിയാലോ. ശരിടാ. അയ്യടാ പാവം. അപ്പൊ നമ്മളെപ്പോഴാ സാരി എടുക്കാൻ പോണേ? ഇത് പോയി, ആ കാശ് പോയി. നിങ്ങൾ സാരി എടുക്കാൻ എപ്പോഴാ പോണേന്ന് പറയും. അത് പോയി കുരുവേട്ടാ. ഞങ്ങളുടെ കാര്യം വെറുതെ അങ്ങനെ ഉഴപ്പില്ല മോനെ. എന്തായാലും കല്യാണ വീട്ടിലേക്ക് അവനല്ലേ സാരി എടുക്കണേ. സാരി കേട്ട് വരുന്ന കൊറേ കണ്ടുണ്ട്. ഏട്ടങ്ങടേ നമ്മളെ 5000 പോയാ സാരി ദൂരത്തില്ലോ. ഏയ് വെറുതെ അങ്ങനെയൊന്നും ചെയ്യില്ലടാ. ഇതിനൊക്കെ അവനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ശരിയേട്ടാ. കുരുവേട്ടാ ചോറെടുക്കട്ടെ. 7 മണിയിലായിട്ടുള്ളൂ. സാരി മേടിക്കാൻ ഞാൻ കാശ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനിയെങ്കിലും ആ സ്നേഹം ഒന്ന് കുറയ്ക്കേ. സ്നേഹിച്ചു കൊല്ലല്ലേ, പേടിയാവണം എനിക്ക്. പ്രാഞ്ചേട്ടാ സാരി നല്ല മോഡലുള്ള ആയിരിക്കും അല്ലേ? എനിക്ക് എങ്ങനെ അറിയാം സൂസേ, സാരി മോഡലുള്ളതാണോ അല്ലാത്തതാണോ എന്ന് അറിയാൻ? വറുതു പോയപ്പോ കൂടെ അങ്ങോട്ട് പോർന്നില്ലേ? എന്നിട്ട് വേണം വറുതൂനും ജ്യൂസ് മേടിച്ചു കൊടുക്കാൻ. കല്യാണ പൂത്തിരികൾ സാരിലണിഞ്ഞവരെ സാരി വന്നല്ലോ സാരി കച്ചവടക്കാരൻ. പ്രാഞ്ചേട്ടാ, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്തോ ഉഷ്ണം, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഈ മഴക്ക് ആകാശത്ത് ആരണ എടുത്തു വെച്ച സാരി കിട്ടിയോടെ. എന്നിട്ട് ഈ വെറുതെ ഒരു കാര്യം പറഞ്ഞതാ. ഓ സാരിക്ക് സാരി വേണോ, ഷർട്ടിന് ഷർട്ട് വേണോ, ആർക്കും സമീപിക്കാം. വറുതു. ഓ വറുതു ഫുട്പാത്ത് തുണിത്തരങ്ങൾ. കേട്ടാ വേണ്ട. ദേ നോക്ക്, ഈ സാരി എങ്ങനെ നോക്ക്. എനിക്ക് വെള്ള സാരി കിട്ടിയാ? അടിപൊളി. സൂപ്പർ സാരി. ഇതിന് എത്രയാടാ? എത്രയായാലെന്താ, സാരി കിട്ടിയില്ലേ? എങ്ങനെയുണ്ട് ഇത് പറ. സൂപ്പർ ആയിട്ടുണ്ട്. അല്ലടാ പറഞ്ഞോ, ഈ നെറ്റിന്ന് ബുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോ കുറഞ്ഞ ഒരാഴ്ച എടുക്കില്ലേ? അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ പെടപെടാന്ന കാര്യങ്ങള്. രാവിലെ ബുക്ക് ചെയ്താ രാത്രി ആകുമ്പോഴേക്ക് സാധനം കിട്ടും. എടാ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ അടയ്ക്ക നെറ്റ് കൂടെ ബുക്ക് ചെയ്യാൻ പറ്റുമോ? അടയ്ക്ക ഞാനിപ്പോ അത്
ആ അയ്യോ അടയ്ക്കാൻ പറ്റില്ല. അടയ്ക്ക മാത്രല്ല അടയ്ക്ക മരം വരെ നമ്മള് നെറ്റിൽ ബുക്ക് ചെയ്യില്ലേ, അരിഞ്ഞാക്ക് വരെ നെറ്റിൽ ബുക്ക് ചെയ്യാട്ടാ, നമുക്ക് വരുത്താം. അല്ലടാ ബാക്കി പൈസ ഉണ്ടാ? ഏ ബാക്കി പൈസ ഇല്ല. ആ, അല്ല, ആടെ ഉണ്ടെങ്കിൽ തരൂ അവൻ. എന്റെ കുരുവേട്ട ഇങ്ങനെ ഏച്ചി കണക്ക് പറയല്ലേ കുരുവേട്ട. ഇത് നോക്കിയേ, ഞാൻ ഈ ഡിസൈനർ ബ്ലൗസ് ആയിട്ട് ഈ സാരി എടുക്കാൻ പോണേ. എങ്ങനെയുണ്ടോ? സാരിയൊക്കെ നന്നായിണ്ട്, പക്ഷെ ഇത് കാണുമ്പോ 2500 കാര്യം ഓർത്തിട്ടാ. ഈ പഞ്ഞം പറച്ചിലൊന്ന് നിർത്തും എന്റെ കുരുവേട്ട. ഞങ്ങളുടെ വൃത്തിക്ക് പോയാലല്ലേ നിങ്ങൾക്ക് ഒരു വില ഉണ്ടാവുള്ളൂ. ആ അതും ശരിയാണ്, വൃത്തിയില് പോയാ മതി. ഹ? അതെന്താ പ്രാഞ്ചേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല പറയാ ഇന്ന് വരെ എവിടെങ്കിലും ഞങ്ങൾ വൃത്തിയില്ലാണ്ട് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലടി നിങ്ങളുടെ ഈ ഉത്സാഹം കണ്ടിട്ട് പറഞ്ഞതാ. സാധാരണ ഇത്ര ഉത്സാഹമുള്ളവരെ മേക്കപ്പും കൂടി ഇട്ടിട്ട് വൃത്തികേടായിട്ട് പോവേ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ അങ്ങനെയൊന്നും ഞങ്ങൾ പോവില്ല പ്രാഞ്ചേട്ടാ, അല്ലേ ചേച്ചി? ഇവറ്റ അങ്ങടെ എത്തിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ കല്യാണം കഴിഞ്ഞ് മൂന്നിട്ടാ എനിക്ക് തോന്നണേ. ഇവറ്റ കെട്ട് കാണാനല്ലേ പോണു? ഞണ്ണാനാ പോണു. അവക്കറിയില്ല, അവളിങ്ങനെ പന്തം ചിട്ടന്മാര് ചുറ്റിക്കൊണ്ടിരിക്കുക സാരി. ഇപ്പൊ സമയത്രയും നോക്ക് നീ. ആലീസ നീ പോണില്ലേ? ഡിസൂസ നീ എന്താ കാട്ടണ അവിടെ? കഴിഞ്ഞു. പറ്റടേ പ്രാന്ത വരണക്ക്. ഒരു വഴിക്ക് ഇറങ്ങി എത്ര കഴിഞ്ഞു കഴിഞ്ഞു. ദേ നോക്കിയേ എങ്ങനെയുണ്ട്. നേരായിട്ട് ആലീസ് ചേച്ചി. ടണ്ടടാ. അടുത്ത സാധനം അടിപൊളിയുണ്ട്. കുരുവേട്ടാ ഇപ്പൊ എന്നെ കാണുമ്പോ ഒരു സിനിമ നടിനെ പോലില്ലേ? പിന്നെ യക്ഷഗാനത്തിലെ യക്ഷി വന്നിക്കണ പോലുണ്ട്. എന്താ പറഞ്ഞേ? എടി ഒന്ന് പോവാൻ നോക്ക്, സമയത്രേ. എനിക്കറിയാൻ പോവാൻ. ആലീസ് ചേച്ചി എങ്ങനെയുണ്ട്? ചക്കരെ നിന്നിപ്പൊ കണ്ടാലുണ്ടല്ലോ ഭൂമിയിലോട്ട് മാലാക ഇറങ്ങി വന്ന് നിക്കണ പോലെ. മാലാകല്ല മാറോല ഇറങ്ങി വന്നവരുണ്ട്. എവിടെ നോക്കിയാ പറയണേ? സൂസേ നീ എന്നെ ശരിക്കും നോക്കിട്ട് പറഞ്ഞ എങ്ങനെയുണ്ടടി? ഇതിപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരാനച്ചന്തൊക്കെ ഉണ്ട് അവള് പറഞ്ഞ കറക്റ്റാ, നല്ല തലെടുപ്പുണ്ട്. നിങ്ങള് പരസ്പരം വർണ്ണിച്ചോണ്ട് കണ്ട് പോവാൻ നോക്ക്. 10 മണിക്കാ കെട്ട്. പോവാ. എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? പോയിക്കോ. പൂ മേടിക്കേണ്ടതായിരുന്നു. പൂവിന്റെ കുറവും കൂടിയുള്ളൂ. ഞാൻ പറഞ്ഞോളൂ ഒന്ന് കുരുവേട്ടാ, പൂവടി അങ്ങട്. ഈ സാരിയൊക്കെ ആകുമ്പോ അതൊക്കെ വേണ്ടതായിരുന്നു. നല്ല കുട്ടിയായിട്ട് പിടിക്കുന്ന കേട്ടോ. അപ്പൊ പോയിട്ട് വരാമേ. അയ്യടാ വെറ്റയുടെ പോക്ക് കണ്ട കല്യാണച്ചക്ക ഇവരെ കെട്ടാൻ പോണവരുണ്ടല്ലോ. അവരെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം. എന്തുട്ടി സന്തോഷം? സന്തോഷം അധികം വരുമ്പോഴേ കീശേരിക്കൊന്ന് നോക്കിയാ മതി, സന്തോഷം പമ്പ കിടക്കും. നീ അവർക്ക് പറ്റിയ സാധനം. ഇയ്യടാ സാരി മേടിച്ചു കൊടുത്തതിന്റെ ദേഷ്യം അത്. എന്റെ 2500 ഞാൻ തരാട്ടാ. പ്രാഞ്ചിയെ അവര് വരുന്നുണ്ട്. ആര്? ഇതാ പെണ്ണുങ്ങള് വരണു. അല്ലടാ കല്യാണത്തിന് പോയവരെന്താ കടുന്നല് കുത്തിയ പോലെ വരണേ? ചോറ് കിട്ടിണ്ടാവില്ലേ ഇവർക്കാ? ഇവരെ ഏത് കല്യാണത്തിന് പോയാലും ഫസ്റ്റ് പന്തിയിലിരിക്കണവരാ, അതൊന്നും ആവില്ല. അവിടെ വെജിറ്റേറിയൻ ബിരിയാണി ആവും, രണ്ടാൾക്കും ഇഷ്ടല്ല. ഇനിയിപ്പൊ മുല്ലപ്പൂ മേടിച്ചു കൊടുത്തില്ല, അതിന്റെ വല്ല ദേഷ്യാവോ? ഏയ് അതിനൊന്നും ഇങ്ങനെ ദേഷ്യം വരില്ലേ. എന്തടി എന്താ സൂസേ മുഖത്താ ഒരു വിഷമം? ഒന്നുമില്ല പ്രാഞ്ചേട്ടാ. ഒന്നുമില്ലാണ്ട് എങ്ങനെയാ? ഫസ്റ്റ് ട്രിപ്പ് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വരേണ്ട സമയമായിട്ടില്ലല്ലോ. എന്താണ് കാര്യം പറയേ? എന്തടി? നാണം കെട്ടു. ആര്? എന്തേ എന്തണ്ടായിന്ന്? കല്യാണ വീട്ടിൽ ചെന്നപ്പോ ബന്ധുക്കാരൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് നോക്കി. എന്താ കുഴപ്പം? ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോയി ആരും നോക്കില്ല, അതിനല്ലേ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പോയി? അതല്ല, ആ പെണ്ണിന്റെ അമ്മായി വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു ഈ സാരി രണ്ടും എവിടെ നിന്ന് എടുത്തെന്ന് ചോദിച്ചു. അതണക്ക് പറയാറുന്നില്ലേ, കൂട്ടുകാരൻ മുഖാന്തരം നെറ്റെന്ന് അടിച്ചെടുത്താണെന്ന് പറയണം. പറഞ്ഞു അവർക്കും പറഞ്ഞു തന്നെയാ സാരി എല്ലാവർക്കും സെലക്ട് ചെയ്ത് കൊടുത്തേന്നു. എടി അതവൻ നമ്മളോട് പറഞ്ഞില്ലേ? പക്ഷെ അതല്ല പ്രശ്നം. പിന്നെ അവര് മൊത്തം 20 സാരിയെ സെലക്ട് ചെയ്തത്, അതില് 2 എണ്ണം കാണാനില്ലെന്ന്. അതിനെന്താ നമ്മളെന്താ ചെയ്യാന്? അവര് സെലക്ട് ചെയ്ത സാരി ഇത് പെണ്ണിന് അമ്മയ്ക്കും വേണ്ടിട്ട്. എന്നിട്ട് വെറുതെ അവിടുന്ന് എടുത്താ? എനിക്കറിയത്തില്ല, പക്ഷെ അവര് ഞങ്ങൾ നാണം കെടുത്തി എല്ലാവരുടെ മുമ്പിൽ വെച്ച്. ഒന്നും അറിയാനില്ല, നമ്മുടെ പൈസ വിടുങ്ങാൻ വേണ്ടിട്ട് ഇതാ മോഷ്ടിച്ചതാ നമ്മുടെ കയ്യിൽ നിന്ന്. അവരെന്തൊക്കെ പറഞ്ഞറിയാം ഞങ്ങള്. അച്ഛനൊന്ന് ഞാൻ കാണിച്ചറിയാം. അല്ല എന്നാലും ഇപ്പൊ അവരെടുത്ത സാരി അല്ലല്ല അവനെ വിളിക്കാം കാര്യം അറിയാലോ. എന്നാലും അവ അങ്ങനെ ചെയ്യോ?
ഹലോ ഡാ പറഞ്ഞോ. ആ നീ ഇപ്പൊ എവിടെ? ഞാൻ നിങ്ങളവിടെ ഒരു കപ്പലില്ലേ അതിന്റെ അടുത്തുണ്ട്. ആ ആ നീ വേഗം ഒന്ന് വീട്ടിലേക്ക് വന്നേ. എന്താ കാര്യം? അത് വന്നിട്ട് പറയടാ. നീ ഇങ്ങോട്ട് വായോ. ഇവിടെ നീ മേടിച്ചു കൊടുത്ത സാരിയില്ലേ, അത് ഇവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഇവർക്കേ. ആ അപ്പൊ അവര് നിനക്കൊരു സമ്മാനം തരം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിട്ടാടാ. വലെ? ആ അതെ, കുറച്ച് സാരി വേറെയും ഓർഡർ തരാൻ വേണ്ടിട്ടാടാ. ഓ അത് കലക്കി. ആ ആ ആ വേം പോരെ. ആ ശരി ശരി. എന്താ ചെയ്യാ? കുരേട്ടൻ അവര് പറയാനിട്ട് വന്നിട്ട് ഇങ്ങനെ വല്ലരും കൊണ്ടുവരുന്ന സാരി എടുത്തും കൊടുത്താ പോരാ. ഇതവിടെ നിന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നാണം കരുട്ടി വരും. അവൻ വരട്ടെ. എന്നാലും അവൻ അവിടുന്ന് സാരി പൊക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞ ആ പ്രാഞ്ചേട്ടാ എന്തുട്ടാ സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞേ? ആ സമ്മാനം ഉണ്ട്. എന്താ കുരുവേട്ട നിങ്ങൾ കാണിക്കുന്നത്? ഞാനല്ല അടിക്കേണ്ടത്. എന്തിനാ എന്നെ ഇങ്ങനെ തള്ളേ? തെണ്ടി, നീ എന്തെന്ന് പറഞ്ഞാടാ ഞങ്ങളെ കാശ് മേടിച്ചോണ്ട് പോയത് ഇവിടുന്ന്? ഞങ്ങൾക്ക് സാരി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വല്ല കല്യാണം ഇവിടുന്ന് പറയണേ? ഈ സാരി പിന്നെ ഏതാ? ഇത് ഞാൻ നെറ്റിൽ ബുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഏത് നെറ്റ്? നെറ്റിൽ ബുക്ക് ചെയ്യാൻ പോണ സമയത്ത് ഒരു അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ചാ ഞാൻ. അതെ ഞാൻ പറയട്ടെ പ്രാഞ്ചേട്ടാ, ഒരു അണ്ണാച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ച തന്നെയാ. നെറ്റിൽ ബുക്ക് ചെയ്യാൻ തന്നെയാ പോയത്. അങ്ങനെ പോണ വഴിക്ക് ഒരു അണ്ണാച്ചിനെ കണ്ടു. അപ്പൊ അയാൾ ആ സാരി കാണിച്ചപ്പോ അതൊരു നല്ലൊരു സാരിയാണല്ലോ, അതൊരു അടിപൊളി സാരിയാണ്. അല്ല നെറ്റില് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞത് നെറ്റില് ബുക്ക് ചെയ്തില്ല, പക്ഷെ അണ്ണാച്ചിയുടെ ഇത് മേടിച്ചാ. ഒന്നുമില്ല, ഇവ കല്യാണ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതായത്. ആ അത് ഇവര് വേണമെങ്കിൽ തലേ ദിവസം പോയിട്ട് കട്ടാവായിരിക്കും. മര്യാദക്ക് നീ സത്യം പറഞ്ഞു കൊല്ലു ഞാൻ. ഞാൻ പറയാം. തരാൻ പറ്റില്ല. നീ കാര്യം പറയടാ. നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആ അണ്ണാച്ചിനെ വിളിച്ചിട്ട് വരാം. സമാനല്ലേ? ഇങ്ങനെ ഇരിക്കൂട്ടാ. ഞാൻ മര്യാദക്ക് പറഞ്ഞാണ് നമുക്ക് ലാഭം നോക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കടയിൽ പോയിട്ട് എടുക്കാന്ന്. ഇപ്പൊ നന്നായില്ലേ? ഓസിക്ക് കിട്ടിയ ആസിഡും കുടിക്കുന്ന ടീമാ നിങ്ങളൊക്കെ. നിങ്ങക്ക് തന്നെ വേണം. അത് ഇങ്ങനെ ചെയ്താ പോരാ നിങ്ങളോട്. എന്നാലും 5000 രൂപ